ഡ്രൈ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്. ഇത് കൂടാതെ സെൻസിറ്റീവ് സ്കിന്നും ഉണ്ട്. ഈ ഒരു ഇയറിൽ വാട്ട്സ് ട്രെൻഡിങ് ഇൻ എസ്തെറ്റിക്? അവരവരുടെ സ്കിൻ എത്രത്തോളം മാക്സിമം അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എത്തിക്കാം എന്നുള്ള രീതിയിലേക്കാണ് 2026 ട്രെൻഡ് പോകുന്നത്. കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ ട്രെൻഡിങ് ആയിരുന്നു സ്കിൻ ലൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ട്. വെളുത്തിട്ട് മാറുന്നത്. ഒരു ആക്നെ വരുമ്പോഴേക്കും ഒരു ജെൽ അപ്ലൈ ചെയ്ത് കുറയ്ക്കാന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഓയിലൊക്കെ ഓയിലും സഹിക്കാം, തുപ്പലൊക്കെ പുരട്ടാറുണ്ട്. തമന്ന പറഞ്ഞു അത്രയും ശരിയാണ്. It's my personal hack and I believe there's a science to it. പ്രേമം ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാരും പറഞ്ഞു സായി പല്ലവിയുടെ പിമ്പിൾ, ചീക്കിന്റെ സൈഡിൽ രണ്ട് സൈഡിലുള്ള ആ ബ്ലഷ് ഇട്ട റെഡ് പിമ്പിൾസ്. ഒട്ടും പിമ്പിൾ ഇല്ലാത്തവരുടെ ഫേസിൽ ഒരെണ്ണം വന്നു കഴിയുമ്പോഴേക്കും അയ്യോ. ടോണർ, സെറം ഇതൊക്കെ നമ്മളെ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഓയിലി ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സിസ്റ്റിക് ആയിട്ടുള്ള ആക്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആക്നെ, ജോ ലൈനിലൊക്കെ കാണുന്ന ആക്നെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും വരുന്നതെന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്നത്. ആൺകുട്ടികൾക്ക് മുഖക്കുരു വരുന്നതിന്റെ കാരണം എന്തൊക്കെയാണ്? അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഡാൻഡ്രഫ്, ഹെൽമെറ്റ് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും എന്ത് അസുഖം വന്നാലും റൂട്ട് കോസ് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുചി. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പം നല്ല മനസ്സ് മാത്രം പോരാ, നല്ല സൗന്ദര്യമുള്ള മുഖത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ജെൻസി തലമുറ മാത്രമല്ല എല്ലാ തലമുറയും. എന്തോരം ബ്യൂട്ടി ക്ലിനിക്സുകളാണ് ദിനം പ്രതി നമ്മളെ നാട്ടിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സൗന്ദര്യത്തെക്കുറിച്ചും ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചൊക്കെ വളരെ പ്രധാനമായി നമ്മളോട് സംസാരിക്കാൻ ഇന്ന് കൂടിയുള്ളത് എസ്തെറ്റിക് ആൻഡ് ആൻറ്റി ഏജിങ് ഫിസിഷ്യനായ ഡോക്ടർ മറിയ ഖുർഷിദാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. അത് ഈ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. മറിയ ഖുർഷിദ്. ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് സംഭവം, വല്ല ഫാഷന് വേണ്ടി ഖുർഷിദ് നിട്ടതാണോ? അല്ല, എൻ്റെ ഫാദറിൻ്റെ നെയിമാണ് ഖുർഷിദ് അഹമ്മദ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് വെറും സ്കിന്നിനെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും. അതാണ് ആ ചോദ്യം ആദ്യം ചോദിച്ചത്. ഓക്കെ, മനസ്സിലായി. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് നാട്ടിലുള്ള ആളല്ലേ ഡോക്ടർ, പുറത്തുള്ളതാണോ, നോർത്തിന്നുള്ളതാണോ? ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ തന്നെയാണ്. പാരൻസ് എല്ലാവരും കേരളത്തിലുള്ളവരാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡോക്ടർ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് കാണാൻ ഭയങ്കര സൗന്ദര്യമുണ്ട്, ഭയങ്കര ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം മുന്നേ വരെ കൊറിയൻ ഗ്ലാസ് സ്കിൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ആ ട്രെൻഡ് ഒരു ഇത്തിരി കുറഞ്ഞു. ആളുകൾക്ക് മനസ്സിലായി കൊറിയൻ ഗ്ലാസ് സ്കിൻ ഇട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൊറിയക്കാരായിരിക്കണം എന്നുള്ളൊരു ബോധം വന്നതിന് ശേഷം കൊറിയൻ ഗ്ലാസ് സ്കിൻ്റെ ട്രെൻഡ് കുറച്ച് മാറിക്കൊണ്ടുവരികയാണ്. ഈ 2026 ഇപ്പോൾ ഫെബ്രുവരി ആകുന്നു. ഈ ഒരു ഇയറിൽ എന്താണ് വാട്ട്സ് ട്രെൻഡിങ് ഇൻ എസ്തെറ്റിക്? ഓക്കെ, കുറച്ച് നാൾ മുന്നേ വരെ ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ നമ്മുടെ പാരൻസിനെ നോക്കുമ്പോഴേക്കും അങ്ങനെയാണോ നോക്കുമ്പോൾ അല്ല. അപ്പം ആൾക്കാർക്കൊരു ടൈം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞ് ആ ഒരു കൊറിയൻ സീരീസ് ഉണ്ടല്ലോ, വെബ് സീരീസ്, ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചൊരു 1.5 years ഒക്കെ ആയപ്പം അവർക്ക് മനസ്സിലായി ഇത് പ്രോഡക്റ്റിൻ്റെ ഒക്കെ കുറച്ചൊരു മാർക്കറ്റിംഗ് ആണ്, നമ്മുടെ ജീൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ആ ഒരു കൊറിയൻ സ്കിൻ കെയർ അല്ലെങ്കിൽ കൊറിയൻ പ്രോഡക്ട്സ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് പിറകിലോട്ട് പോയിട്ട് സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ടും ഒക്കെ കുറച്ചൊരു ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി സിറമൈഡ്സ് ഉള്ള മോയ്സ്ചറൈസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ബേസിക്കലി ആൾക്കാർ അപ്ഡേറ്റഡ് ആയി അവർക്ക് ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അവരുടെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തി സ്കിന്നാണെന്നുള്ള ഒരു അവയർനെസ് കിട്ടി. ഇപ്പം 2026 ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്നത് സ്കിന്നിനെ ഹെൽത്തി സ്കിന്നാക്കി മാറ്റാനുള്ളത്, അല്ലെങ്കിൽ മോയ്സ്ചർ ലെവൽ കണ്ടന്റ് ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു സ്കിന്നാക്കി മാറ്റാം. റാദർ ദാൻ സ്കിൻ ആ ഒരു ടോണിനേക്കാളും ഇമ്പോർട്ടൻസ് അവരവരുടെ സ്കിൻ എത്രത്തോളം മാക്സിമം അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ എത്തിക്കാം എന്നുള്ള രീതിയിലേക്കാണ് 2026 ട്രെൻഡ് പോകുന്നത്. ഗ്ലോയിങ് സ്കിൻ ആണോ അപ്പോൾ 2026 ആളുകൾ ശ്രദ്ധിക്കുന്നത്, അല്ല ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഹെൽത്തി സ്കിന്നാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഗ്ലോയി സ്കിൻ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ട്രെൻഡിങ് ആണ്. ഈ കൊറിയൻ സ്കിൻ കെയർ അല്ലെങ്കിൽ ആ ഒരു സംഭവം തന്നെയും കുറച്ചും കൂടെ ഹൈപ്ഡ് ആയത് ആ ഒരു ഗ്ലോയിങ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയ നോക്കിയാലും പല പ്രോഡക്ട്സ് നോക്കിയാലും അവരുടെ ഒരു വാക്കെങ്കിലും ഗ്ലോയിങ് ആയിരിക്കും. സോ അൾട്ടിമേറ്റ്ലി ഹെൽത്തി സ്കിൻ എന്ന് പറയുന്നത് ഗ്ലോയിങ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം ഗ്ലോയിങ് ആണ് ആക്ച്വലി ട്രെൻഡായിട്ടിരിക്കുന്നത്. അവരുടെ സ്കിൻ ഇപ്പം ഏത് സ്കിൻ ടോണും ആവട്ടെ, അവർക്കൊന്ന് കുറച്ചൊന്ന്
ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കണം. അപ്പം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഗ്ലോയിങ് ആണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ അവയർനെസ്സിൻ്റെ ഭാഗം എന്ന് പറയുമ്പോഴേക്കും ഹെൽത്തി സ്കിന്നിൻ്റെ മേളിലാണ് ഗ്ലോയിങ് സ്കിൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഹെൽത്തി ലിവർ, ഹെൽത്തി ഹെയർ എന്നൊക്കെ പറയുന്ന പോലെ സ്കിന്നും ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ സ്കിന്നിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ല എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആണെന്ന്? സ്കിന്ന് ഹെൽത്തി ആണെന്ന് പറയുന്നത് സ്കിന്ന് ഹെൽത്തി അല്ലാത്തതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം പറയാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴേക്കും സ്കിന്ന് പെട്ടെന്ന് ചുമക്കുക, ഓക്കെ, റാഷസ് വരിക. അത് കൂടുതലായിട്ടും ഈ ഒരു വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ക്രീമൊക്കെ ഇടയ്ക്ക് ഭയങ്കര ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ ട്രെൻഡിങ് ആയിരുന്നു. സ്കിൻ ലൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുള്ള വെളുത്തിട്ട് പാർന്ന. അപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് മേളിലുള്ള സ്കിൻ ബാരിയർ ഡാമേജ് സംഭവിക്കും. ബാരിയർ ഡാമേജ് സംഭവിച്ചാൽ ആ സ്കിന്ന് ഹെൽത്തി അല്ല. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു റെഡ്നെസ് പോലെ വരുന്നത്, സ്കിൻ ഡ്രൈ ആയിട്ട് വരിക. പിന്നെ അത് ഈവൻച്വലി അതൊരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനിലേക്ക് പോകും. ഓക്കെ, ഇതൊക്കെയാണ് സ്കിൻ ഒരു ഡാമേജ് ആണ്, ഹെൽത്തി അല്ല എന്നുള്ളതിൻ്റെ സൈൻ. അപ്പം ഇതൊക്കെയും ഇല്ലാണ്ടിരിക്കുന്ന സ്കിന്നാണ് ഹെൽത്തി സ്കിൻ. അതെ അതെ. അപ്പോൾ അതുകൊണ്ടാണോ ചില ആളുകൾക്ക് ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്കിന്നിൽ റാഷസ് വരുന്നതും? അതുകൊണ്ടാണോ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് സ്കിൻ ഡിസീസായിട്ടൊന്ന് മാറ്റാം. രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരുപാട് പ്രോഡക്റ്റൊക്കെയും ട്രൈ ഔട്ട് ട്രൈ ചെയ്യുന്നത് ഒരു വിഭാഗം. പക്ഷെ അത് ട്രൈ ചെയ്യുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു ശുഷ്കാന്തി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പലരും കാണിക്കുന്നില്ല. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഈ പുറത്ത് പോകുമ്പോഴേക്കും അതൊരു എന്താ പറയുന്നത് കുറച്ചും കൂടെ റെഡ്നെസ് ആയിട്ടും കുറച്ചും കൂടെ അത് സയൻസ് കാണിക്കുന്നു. ഇപ്പം എൻ്റെ സ്കിന്ന് ചില ആളുകൾ പറയും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത് പറയാറുണ്ട്. ചില ആളുകൾ പറയും, പ്രത്യേകിച്ച് ക്യാമറ ചേട്ടന്മാർ പറയും ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയും. ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് ഡ്രൈ ആണോ ഇത് ഓയിലി ആണോ എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ചില സൺസ്ക്രീനുകൾ യൂസ് ചെയ്യുമ്പോൾ മുഖം ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ചില സൺസ്ക്രീനുകൾ യൂസ് ചെയ്യുമ്പോൾ മുഖം കറക്റ്റ് ഒരു നോർമൽ കോമ്പിനേഷൻ പോലെയാണ് തോന്നാറ്. അപ്പം എനിക്ക് തന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും ഡ്രൈ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്. ഇത് കൂടാതെ സെൻസിറ്റീവ് സ്കിന്നും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് വരുമ്പോഴേക്കും നമുക്ക് ഇപ്പം ക്ലൈമറ്റ് ഒക്കെ മാറുന്നു, ഇതേപടി നമ്മുടെ സ്കിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം ഇവിടെയുള്ള ക്ലൈമറ്റിൽ നമ്മുടെ സ്കിൻ ഇരിക്കണ മാതിരി ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ എബ്രോഡ് എങ്ങാനും പോകുമ്പോൾ അല്ലെങ്കിൽ യു എൽ പോവുക, ദുബായ് പോവുക, അല്ലെങ്കിൽ വേറെ പോട്ടെ ബാംഗ്ലൂർ വരെ പോകുമ്പോഴേക്കും സ്കിന്നൊന്ന് മാറുന്ന കാണിക്കും. ഓക്കെ, അപ്പോൾ സ്കിന്നിന് ഈ സ്ഥായി ആയിട്ടൊരു സ്വഭാവം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതും ഇങ്ങനെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കും. ചില ആളുകൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ കുറച്ചുകൂടി ലുക്ക് ആവുന്നത് ഇതുകൊണ്ടാണ്. ചിലവർ ഭയങ്കര ലുക്കാവും, തലം അതിന്റെ മുഖം ലുക്കാവുന്നതിന്റെ ഒപ്പം ചിലവർക്ക് അതിന്റെ ഒപ്പം തലയിലെ മുടി പോകാറുണ്ട്. ഓക്കെ, അത് ക്ലൈമറ്റ് ആണ് വരുന്നത്. ബാംഗ്ലൂർ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ തണുപ്പാണ്. ഓക്കെ, അപ്പം ഈ ഒരു വെയിൽ കൊണ്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള സ്കിന്നിനകത്തുള്ള ഡാമേജ് കമ്പയർ ടു നമ്മൾ നാട്ടിലുള്ളതിനേക്കാളും ബാംഗ്ലൂർ ആയിരിക്കുമ്പം കുറച്ച് കുറവാണ്. അതെ, അപ്പം സ്കിന്ന് ശ്രദ്ധിക്കുന്നതും അവിടെ കുറച്ച് നമ്മൾ ഇച്ചിരി ഒന്ന് ഉഴപ്പും. നാട്ടിൽ ഭയങ്കരമായിട്ടും വെയിൽ കൊള്ളുന്നു, ഒരു 2-3 മണിക്കൂറും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു ട്രെൻഡ് ആവില്ല നാട്ടിൽ ബാംഗ്ലൂർ പോകുമ്പോൾ. ഓക്കെ, ഒന്നത്. പിന്നെ നമ്മൾ സ്കിൻ ടൈപ്പിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഓയിലി സ്കിൻ ഉണ്ട്, ഭയങ്കരമായിട്ടും ഓയിലി എണ്ണമയം ഇങ്ങനെ സ്കിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട്, ഭയങ്കരമായിട്ടും സ്കിന്ന് വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നും, അതാണ് ഡ്രൈ സ്കിൻ. ചിലർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്കിൻ എന്തിട്ടാലും ഈ പറയുന്ന പോലെ മോയ്സ്ചറൈസർ ഇട്ടാലും സെൻസിറ്റീവ് ആവും, ഭയങ്കരമായിട്ടും ചുമക്കും. ഓക്കെ, അപ്പോൾ ഭയങ്കരമായിട്ടും സെൻസിറ്റീവ് സ്കിന്നാണ്. പിന്നെ കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, നമ്മുടെ ടീ സോണിൻ്റെ അവിടെ, നമ്മുടെ ഫോർഹെഡിൻ്റെ അവിടെ, ചിക്കിൻ്റെ അവിടെയൊക്കെ ഓയിലി ഇതായിട്ട് വരും. ബാക്കിയുള്ള സ്കിന്നിലെ ഏരിയയിലൊക്കെയും ഫേസിൻ്റെ ഏരിയയിലൊക്കെ നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പം അത് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് കാരണം ഇതിൻ്റെ സ്വഭാവം കാണിക്കും, മാറ്റും. ഓക്കെ, നീ ഇപ്പോൾ ഇത് യൂസ് ചെയ്തല്ല, എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാം, ഞാനിതല്ല. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പിനെ കുറച്ചൊന്ന് മാറ്റും. അല്ല, അപ്പം നമ്മൾ എങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കുക നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് സ്വയം മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? നമ്മളൊരു എക്സ്പെർട്ടായ ഡോക്ടറിനെ കാണുക, നമുക്കത് അവരും ചോദിക്കും. ഇപ്പം എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ആ സമയം ചിലപ്പോൾ ഭയങ്കര ഓയിലി സ്കിൻ, ഞാൻ ചോദിക്കും ഓയിലി സ്കിൻ ആണോ ഡോക്ടർ? അല്ലെങ്കിൽ ഞാൻ പുതിയൊരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്തു, ഒരാഴ്ചയായിട്ട് കൊള്ളാം, അതിൻ്റെ ഒരു എഫക്റ്റ് ആണെന്നുള്ള
എന്നുള്ളത്. അപ്പം നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ടും കുറച്ചധികം ഹിസ്റ്ററി നോക്കും, നമ്മൾ വളരെ കാമായിട്ടിരുന്ന് ചോദിച്ച് മനസ്സിലാക്കും അവരുടെ കുറേ കാര്യങ്ങൾ, അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. മുഖത്തിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, സൂര്യൻ്റെ മുഖത്ത് പിമ്പിളില്ല, ഡോക്ടറിൻ്റെ മുഖത്തും പിമ്പിളില്ല. എൻ്റെ മുഖത്ത് പിമ്പിൾ ഉണ്ട്, വന്നു പോകും. ഓക്കെ എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ സൂര്യയുടെ മുഖത്തായാലും ഈ പീരീഡ്സ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒന്ന് വന്നു പോകും, അല്ലെങ്കിൽ ഈ വർഷത്തിൽ 1-2 എങ്കിലും വന്നു പോയിട്ടുണ്ടായിരിക്കുമല്ലോ, വർഷത്തിൽ ഒരു പിമ്പിൾ വരും. പക്ഷെ നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ അത് വരുന്നതും അത് പോകുന്നതും നമ്മൾ അറിയില്ല. പക്ഷെ ചിലവർക്കതല്ല, ഈ ഒട്ടും പിമ്പിൾ ഇല്ലാത്തവരുടെ ഫേസിൽ ഒരെണ്ണം വന്നു കഴിയുമ്പോഴേക്കും അയ്യോ പിമ്പിൾ വന്നല്ലോ. പിന്നെ അതിരുന്ന് രാവും പകലും ഇരുന്ന് അതിങ്ങനെ നമ്മൾ ലാൻഡ്മാർക്കൊക്കെ ചെയ്ത് ഇത് എങ്ങനെ പോകും അതിൻ്റെ മേലെ മെനയും. അതാണ് പിന്നീട് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്നെ സ്കാർ ആയിട്ടോ മാർക്കായിട്ടോ ഒക്കെ മാറുന്നത്. എൻ്റെ ഇവിടെ ഒരു പിമ്പിൾ ഉണ്ട്, എനിക്ക് ഫസ്റ്റ് ടൈം വന്ന പിമ്പിളാണ്. അതെല്ലാവരും ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ അത് കുത്തിപ്പൊട്ടിച്ചു, ഇപ്പോഴും അതിൻ്റെ കല അവിടെ കിടക്കുന്നുണ്ട്. സെയിം സാധനമാണ്. നമ്മൾ ഇതൊക്കെ ഇപ്പം പെണ്ണുങ്ങളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസും നമുക്ക് പീരീഡ്സും വേണം, അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിനകത്ത് കുറച്ച് ചേഞ്ചസ് വരും. അത് അതിൻ്റേതായിട്ടുള്ള ലാഘവത്തോടു കൂടി വളരെ കൂളായിട്ട് അങ്ങ് വിടുക. പിന്നെ നമുക്കത് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സ്വന്തമായിട്ട് അതിനെ കുത്തിപ്പൊട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ എനിക്കും പിമ്പിളൊക്കെ വരാറുണ്ട്, പക്ഷെ വരികയും ചെയ്യും അത് പോവുകയും ചെയ്യും. ചിലപ്പം കെയർ എടുക്കുന്നതാണെങ്കിൽ എന്താ പ്രോപ്പറായിട്ട് കെയർ എടുക്കും, അത് പോകും. അതതിൻ്റെ ഭാഗ്യമേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഒരു കാര്യം ടേക്ക് കെയർ ചെയ്യുന്നത്, ഇപ്പം ഒരു അസുഖം വന്നാലും ശരി എങ്ങനെയാണ്, അതിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ചില ആളുകൾക്ക് ചെറിയ ചെറിയ പിമ്പിൾസ് വരാറുണ്ട്. ഇപ്പം നമ്മൾ പ്രേമം ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു സായി പല്ലവിയുടെ പിമ്പിൾ പോലും ഇഷ്ടമില്ലാത്ത ആളുകൾ പറഞ്ഞു എനിക്കും സായി പല്ലവിനെ പോലെ റെഡ് പിമ്പിൾസ് വേണം. ചീക്കിന്റെ സൈഡില് 2 സൈഡിലുള്ള ആ ബ്ലഷ് ഇട്ട പോലെ റെഡ് പിമ്പിൾസ്, സിസ്റ്റിക് ആക്നെ. അത് എന്താ പറയുക, സിസ്റ്റിക് ആക്നെ. ഓക്കെ, അത് കുറച്ചൊരു പസ്ഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആക്നെ തന്നെ പല വേരിയന്റിൽ വരുന്നുണ്ട്. അതിൽ പുള്ളിക്കാരിയുടെ സ്കിൻ ആ ടൈപ്പിൽ കുറച്ചും കൂടെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ ടൈപ്പ് ആക്നീസ് ഉണ്ട്? അതായത് ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വന്നു പോകുന്ന ആക്നെ. ചില ആളുകൾക്ക് ഈ മുഖത്ത് ഭയങ്കരമായിട്ട് തടിപ്പുള്ള രീതിയിൽ ആക്നെ വരാറുണ്ട്. ചിലർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആക്നെയും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആക്നെ ഉണ്ട്, പിന്നെ അഡൾട്ട് ആക്നെ എന്ന് ഇപ്പം കേൾക്കുന്നുണ്ട്, അതിനെങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? അല്ല അതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ എങ്ങനെയാണ്? ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരിൽ കുറച്ചൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരു 20 വയസ്സിന് താഴെ ആൺകുട്ടികളും പെൺകുട്ടികളും, അവർ കൂടുതലായിട്ടും വരുന്ന ആക്നെ. ഓക്കെ, ആ ഒരു ഹോർമോണൽ ചേഞ്ച്, ആ ഒരു റഷൊക്കെ ഉള്ള ഒരു ടൈമാണ്. ആ ടൈമിൽ വരുന്നതാണ് ഈ ഒരു അഡോളസെന്റ് ആക്നെ എന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ചിൽ വരുന്നത് പെൺകുട്ടികൾക്കും വരും ആൺകുട്ടികൾക്കും വരും, അതൊരു കാറ്റഗറി. പിന്നെ വരുന്നത് ഡാൻഡ്രഫ് കാരണം വരുന്ന ആക്നെ. ഓക്കെ, ഡാൻഡ്രഫ് കാരണം അത് കൂടുതൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആക്നെ വരുമ്പോഴേക്കും ഈ ഫോർഹെഡ് ആ ഒരു ഇവിടെയൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഡാൻഡ്രഫ് എവിടെയൊക്കെ മുടി തട്ടുന്നു, അത് ഡാൻഡ്രഫ് കാരണം വരുന്ന ആക്നെയാണ്. പിന്നെ നമ്മുടെ ഈ ജോ ലൈനിലൊക്കെ കാണുന്ന ആക്നെ ആണെങ്കിൽ അത് കൂടുതലായിട്ടും വരുന്നതെന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന ആക്നെയാണ്. ഓക്കെ, പിന്നെ ചില ഫുഡ്, നമ്മുടെ ഓയിലി ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ സിസ്റ്റിക് ആയിട്ടുള്ള ആക്നെ വരാനുള്ള സാധ്യതയുണ്ട്. സിസ്റ്റിക് ആയിട്ടുള്ള ആക്നെ എന്ന് പറയുന്നത് ചിലവർക്ക് ഈ ആക്നെ വരുമ്പോഴേക്കും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആക്നെ, ഈ പറഞ്ഞ പോലെ പേഴ്സ് ഫീൽഡ് ആയിട്ടുള്ള ആക്നെ, തൊടാൻ പോലും നമുക്ക് മുഖത്ത് ഈ മുഖം, എനിക്കറിയാം മുഖം വാഷ് ചെയ്തിട്ട് ഈ ടവല് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്യാനായിട്ട് ഡാബ് ചെയ്യാൻ ഒന്നും പറ്റില്ല, അത്രയും പെയിനാണ്. അവർ പറയുന്ന ഈ ഉറക്കത്തിലുണ്ടല്ലോ മുഖം നമ്മുടെ പില്ലോയിൽ ഇങ്ങനെ വരുമല്ലോ, പെയിൻ കാരണം എഴുന്നേക്കാറുണ്ട് ചിലർ, അത്രയും പെയിൻഫുൾ ആയിരിക്കും സിസ്റ്റിക് ആക്നെ എന്ന് പറഞ്ഞാൽ. അതൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്ന ആക്നയുടെ ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ആക്നെ ട്രീറ്റ് ചെയ്യുന്നതും ഓരോന്നും ഓരോ രീതിയിലാണ്. ഓരോ ഏജ് കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഈ പുറമേ നിന്ന് പുരട്ടുന്ന ഓയിൽമെൻറ്റ് മാത്രമല്ല നമുക്ക് വരുന്നത്, നമ്മൾ ന്യൂട്രീഷണൽ കറക്ഷൻ ഉള്ളിൽ നിന്ന് തന്നെയും ഈ ഒരു ആക്നെ വരുമ്പം അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്. ആ ഇൻഫ്ലമേറ്ററി റിയാക്ഷനെ ഒന്ന് സട്ടിൽ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളിൽ നിന്നും കുറച്ച് കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പ്ലസ് അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഒരു ആക്നെ വരുമ്പോഴേക്കും ഒരു ജെൽ അപ്ലൈ ചെയ്ത് കുറയ്ക്കാന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഓയിലും സഹിക്കാൻ തുപ്പലൊക്കെ പുരട്ടാറുണ്ട് ഉണ്ട്. അത് ഭയങ്കരമായിട്ടും ഈ തമന്ന പറഞ്ഞു അത്രയും ഒരു
ഈ ഏർലി മോർണിംഗിലുള്ള സലൈവ നമ്മുടെ ആക്നെയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് അത് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്നോട് ഇത് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഇതാക്കുന്നില്ല, ഒരു ആന്റിബയോട്ടിക് ഓയിൽമെന്റ് ആന്റി ബാക്ടീരിയൽ ഓയിൽമെന്റ് കാര്യമേ ഉള്ളൂ. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നു, ഞാൻ ചെയ്തിട്ടുമില്ല. ആ സമയം ഞാൻ കുറേ തമന്ന ഫാൻസ് ഒക്കെ വന്നിട്ട് ഇല്ല ഇത് ഇങ്ങനെ വർക്കായിട്ടുണ്ട്, നമ്മൾ ശരിയാണ്. പിന്നെ ഈ നമ്മൾ പണ്ടൊക്കെ കൈ മുറിയുമ്പോൾ ഡോക്ടർ കണ്ടിട്ടില്ല, കൈ നമ്മൾ പെട്ടെന്ന് വിരൽ അത് വർക്കാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. അപ്പം പ്രോപ്പറായിട്ട് നമുക്കറിയേണ്ടത് പുറമേ നിന്ന് മാത്രമല്ല സ്കിന്നിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഉള്ളിൽ നിന്നും കൂടെ ട്രീറ്റ് ചെയ്യണം. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മാർക്കറ്റിൽ ആക്നെ പാച്ചസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് എത്രത്തോളം വർക്ക് ചെയ്യും നമ്മുടെ സ്കിന്നിൽ? ഓക്കെ, അത് ഈ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ആക്നെ ഈ പാച്ചസ് നോക്കുക. അല്ലാണ്ട് തന്നെ ഈ സാലിസിലിക് ആഡ് ആയിട്ടുള്ള ആക്നെ വൈപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആക്നെ വരുമ്പോഴേക്കും പലർക്കും അറിയാൻ തന്നെ സാലിസിലിക് ആസിഡ് ഉണ്ടെങ്കിൽ ആ ഒരു ആക്നെയുടെ ആ ഒരു സ്റ്റേജ് നമുക്കൊന്ന് കുറച്ചൊന്ന് മിനിമൈസ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് ബേസിക് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന പ്രോഡക്ട്സ് ആണ് ഈ ആക്നെ പാച്ചസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് കംപ്രസ് ചെയ്യുമ്പോഴേക്കും ബേസിക്കലി ആ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും. പക്ഷെ വീണ്ടും ആക്നെ വന്ന് നമ്മളിത് ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞത്, നമ്മളെപ്പോഴും എന്ത് അസുഖം വന്നാലും റൂട്ട് കോസ് അറിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പെൺകുട്ടികൾക്ക് മുഖക്കുരു വരുന്നത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാൻ പറ്റും. പീരീഡ്സിൻ്റെ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് മുഖക്കുരു വരുന്നു. പക്ഷെ ആൺകുട്ടികൾക്ക് മുഖക്കുരു വരുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ്? അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. അവർക്കും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ആൺകുട്ടികളുടെ സ്കിന്ന് നമ്മൾ ഈ ചില ആൾക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മനസ്സിലാക്കേണ്ടത് പെണ്ണുങ്ങളുടെ സ്കിന്നല്ല ആണുങ്ങളുടെ സ്കിന്നിന്റെ തിക്നെസ് കൂടുതലാണ്, സെബം പ്രൊഡക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പം ഓയിലി സ്കിൻ കുറച്ചും കൂടെ ടെൻഡൻസി കാണിക്കുന്ന ആണുങ്ങൾക്കാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരുവിധപ്പെട്ട മിക്ക ആണുങ്ങളും പറയുന്നൊരു കാര്യമാണ് ഓയിലി സ്കിൻ ആണെന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഈ ആക്നെ വരുന്ന ടെൻഡൻസിയും കൂടും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഡാൻഡ്രഫ്, ഹെൽമെറ്റ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ആക്നെ ട്രിഗർ ആക്കും. ഇതൊന്ന് ആദ്യം പരസ്യം കണ്ടത് ഹിമാലയന്റെ ഫേസ് വാഷ് ആണ്. ഞാൻ ആദ്യം പരസ്യം കണ്ട് ഉപയോഗിച്ചു പച്ച കളർ ഒരു ഇത്രയുള്ള 15 രൂപയുടെ ഒരു. എനിക്ക് ഓർമ്മയാണ്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേക്കും ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആക്നെ ഉള്ളവരൊക്കെ ഈ മുഖക്കുരുവൊക്കെ വരുമല്ലോ, അപ്പം അവരൊക്കെ ഈ സാധനം ഇല്ലെങ്കിൽ അങ്ങ് മരിച്ചു പോകും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം അതൊരു ലൈഫ് സേവർ ആയിരുന്നു അവരുടെ. എൻ്റെ മുഖത്ത് പിമ്പിൾ ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ പരസ്യം കണ്ട് എനിക്കും ഫേസ് വാഷ് വേണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വാങ്ങി തന്നതാണ്. അപ്പോൾ കുറച്ച് കാലം ഈ ഹിമാലയൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു 2 years ഒക്കെ ആവുന്നുള്ളൂ ഞാനൊരു സൺസ്ക്രീന് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തു തുടങ്ങിയിട്ട്. അതായത് ഈ 2 finger മെത്തേഡൊക്കെ ഉപയോഗിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 2 വർഷം ആവുന്നുള്ളൂ. അതിന് മുന്നേ സൺസ്ക്രീൻ തീർന്നു പോലോ എന്ന് വെച്ച് ഇങ്ങനെ തൊട്ട് വെക്കുകയാണ് ചെയ്യാറ്. മോയ്സ്ചറൈസർ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ വാങ്ങും, തീർന്നു പോയാൽ ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വാങ്ങും. ഒരു പ്രോപ്പർ സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴാണ് നമ്മൾ ഓരോ സോഷ്യൽ മീഡിയയുടെ വീഡിയോസ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസർ, പിന്നെ ടോണർ, പിന്നെ അത് ഇത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു സ്റ്റെപ്പ് ആയിരിക്കും പറയുക, ചിലർ വേറെ സ്റ്റെപ്സ് ആയിരിക്കും പറയുക. 7 to 10 steps ഒക്കെ വരും. ചിലർ 5 steps, ചിലർ 3 steps എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ഡോക്ടറെ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്, മൊത്തത്തിലുള്ള സ്റ്റെപ്സ് നമ്മളുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ളത്, ബ്രൈറ്റനിങ് ഞാൻ പറയില്ല, ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ സ്റ്റെപ്സ് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരും. 3 സ്റ്റെപ്പേ ഉള്ളൂ, വലിയ സ്റ്റെപ്പൊന്നുമില്ല. ബേസിക്കലി ഫേസ് വാഷ് ചെയ്യുന്ന ഒരു ക്ലെൻസർ, ജെന്റൽ ക്ലെൻസർ ആയ അത്രയും നല്ലത്. ഓക്കെ, എന്ന് വെച്ചാൽ ജെന്റൽ ക്ലെൻസർ എന്ന് പറയുമ്പം നമ്മൾ ഈ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേസ് വാഷിന് വലിയ ഗുമ്മില്ല. നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുമ്മില്ലാത്തൊരു ഫേസ്, വലിയ പതയില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വളരെ മൈൽഡായിരിക്കും. ഒരു സിറ്റാഫിലിൻ്റെ ഒക്കെ അല്ലെങ്കിൽ സെബാമെറ്റിൻ്റെ ഒക്കെ വളരെ മൈൽഡായിട്ടുള്ള ഫോമിങ് അല്ലാത്ത ഫേസ് വാഷ് വരുന്നത് ജെന്റൽ ഫേസ് വാഷ്. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ. ഓക്കെ, ബേസിക്കലി എല്ലാ സ്കിൻ ടൈപ്പിനും മോയ്സ്ചറൈസർ വേണം. ഓയിലി സ്കിൻ ആയാലും മോയ്സ്ചറൈസർ വേണം. ഓക്കെ, അല്ലാണ്ട് എൻ്റെ സ്കിൻ, എനിക്ക് ചിലർ പറയാറുണ്ട് എൻ്റെ സ്കിൻ ഓയിലി ആണ് ഡോക്ടർ, എനിക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, മോയ്സ്ചറൈസർ വേണം. അപ്പം സെക്കൻഡ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആൻഡ് തേർഡ് സൺസ്ക്രീൻ. സ്കിൻ ടൈപ്പ്, ഇത് 3ഉം ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം എനിക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആവില്ല സൂര്യക്ക് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടുപേരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, നമ്മൾ എടുക്കുന്ന സ്ട്രെസ്
സ്ട്രെസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഭക്ഷണം കഴിക്കുന്ന ഡിഫറെൻ്റ് ആയിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി സ്കിന്നൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ടോണർ, സെറം ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പിൽ ഉൾപ്പെടുത്തണ്ടേ? ഇതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇത് ശരിക്കും സെറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റൻ ആവും എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് വിറ്റമിൻ സി സെറം. പരസ്യങ്ങളുടെ എഡിക്റ്റാണ് മനുഷ്യരെന്നുള്ള പോലെ ഭയങ്കരമായിട്ടുള്ള പരസ്യങ്ങൾ കൊണ്ട് ഞാനും വാങ്ങി വിറ്റമിൻ സി സെറം. എന്തായി പൈസ പോകുന്നുണ്ട്. ശരിക്കും അപ്പോൾ ഈ സെറത്തിൻ്റെയും ടോണറിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ ഒരു 5 വർഷമൊക്കെ മുന്നേ, 5 വർഷത്തിന് മേളിലാവും. ഓക്കെ, നമുക്ക് ക്രീം യൂസ് ചെയ്യാനായിരുന്നു, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ക്രീമായിരുന്നു. ആ ഒരു ട്രെൻഡിൽ നിന്ന് മാറിയാണ് ഈ സിറം എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ, ട്രൈ ചെയ്യാൻ ഭയങ്കരമായിട്ടും ഒരു ക്യൂരിയോസിറ്റി. അതാണ് പിന്നീട് സിറം എന്നുള്ള ഒരു സംഭവം മാർക്കറ്റിൽ ലോഞ്ച് ആയത്. ഓക്കെ, അപ്പം അന്ന് വരെ ക്രീമായിട്ട് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ക്രീമായിട്ട് ലോഞ്ച് ചെയ്ത പല പ്രോഡക്ട്സും സിറം എന്നൊരു രീതിയിലേക്ക്, അപ്പോൾ അവർക്ക് മനസ്സിലായി, കമ്പനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് ഫസ്റ്റ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ഇതാണ്. ഓക്കെ, സിറം, ടോണർ ഇതെന്നൊക്കെ പറയുന്നത് യൂസ് ചെയ്യാറുണ്ട് ചില കണ്ടീഷനിൽ. ഓക്കെ, ഇപ്പം സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജെൻറ്റലായിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പം അവർക്ക് അവരുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഡബിൾ ക്ലെൻസർ വേണം, ടോണറൊക്കെ യൂസ് ചെയ്ത് റിമൂവ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള ഇൻഡിക്കേഷനിൽ കൺസേൺ അനുസരിച്ചിട്ടും ഈ ടോണർ അല്ലെങ്കിൽ സിറം എന്ന് പറയുന്നത് അവിടെ യൂസ്ഫുൾ ആവും. അല്ല ബേസിക്കായിട്ട് ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ സിറം കൊണ്ടോ ടോണർ കൊണ്ടോ ഇത് ഉണ്ടെങ്കിലും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു ബേസിക് 3 സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ സ്കിൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കും.